ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ്, അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. എന്നാലും കുറച്ചുകൂടി നമുക്കൊരു ക്യൂരിയോസിറ്റി തരുന്ന, അതായത് ഈ പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് നമ്മൾ ആനിമൽസിലും പ്ലാന്റ്സിലും അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഓർഗാനിസംസ് എന്തൊക്കെയാണ്, അത് എന്തിനു വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങൾ കാണുമ്പോൾ നോർമലി നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു എന്താണ് ഇൻഡോർ പ്ലാന്റ് അല്ലെ, ഒരു ഇൻഡോർ പ്ലാന്റ്. ഈ പ്ലാന്റിന്റെ പേര് ഇവീസ് പ്ലാന്റ് ആണ്. ഇവി പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് വലിയൊന്നും തോന്നില്ല അല്ലെ. പ്രത്യേകിച്ച് വലിയൊരു സാധാരണ ഒരു പ്ലാന്റ് അല്ലെ, സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു സാധാരണ പ്ലാന്റ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഈ ഇൻഡോർ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരും ഇത് വിശ്വസിക്കത്തില്ല എന്ന് എനിക്കറിയാം, ഇതിനകത്ത് റാബിറ്റിന്റെ ജീന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റാബിറ്റിന്റെ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ ഒരു പ്ലാന്റ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എന്തിനാണ് ഒരു പ്ലാന്റിലേക്ക് ഒരു ആനിമൽ സെല്ല് അല്ലെങ്കിൽ ഒരു ആനിമലിന്റെ ജീൻ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അല്ലെ, അപ്പൊ സിംപ്ലി പറയുവാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ റാബിറ്റിന്റെ ജീനിന് എന്താണ്, എയറിന്റെ പൊല്യൂഷനെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു എബിലിറ്റി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പറയുന്ന പ്ലാന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആ ഒരു ജീനിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എയറിലുള്ള പൊല്യൂഷനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന പ്ലാന്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്ലാന്റ് എന്താണ്? ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് എങ്ങനെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ റാബിറ്റിന്റെ ജീന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നുള്ള ചോദ്യത്തിന് ആൻസർ ആണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞത്. നമ്മുടെ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്ത് ഈ പറയുന്ന റാബിറ്റിൽ നിന്നും ഈ പറയുന്ന ആ ഒരു ജീനിനെ എന്ത് ചെയ്തേക്കുന്നത്? ഈ ഒരു പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മളൊരു പ്ലാന്റിന്റെ കേസ് ഇപ്പൊ നോക്കി. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ, ഇതെന്താണ്? നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തുന്ന സാധാരണ കോഴി അല്ലെ. സാധാരണ ഒരു കോഴി ആയിരിക്കുമോ ഇത്? ടീച്ചർ ഇപ്പൊ ഇതിവിടെ കൊണ്ട് ഇടണമെങ്കിൽ അതൊരു സാധാരണ കോഴി ആയിരിക്കുമോ? അല്ല അല്ലെ, ഇതൊരു സാധാരണ കോഴി അല്ല. അപ്പൊ നിങ്ങളോർക്ക് എന്താണ് ഇതിന് മാത്രം ഇനി പ്രത്യേകതയുള്ളത്? അപ്പൊ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലും, ഇത് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴിയാണ് അല്ലെ. ഇതൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴിയാണ്. ഈ എങ്ങനെയാണ് ഒരു ജനറ്റിക് മോഡിഫിക്കേഷൻ വന്നേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സിംപ്ലി ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഇടുന്ന മുട്ടയുണ്ടല്ലോ, അതായത് ഇത് ഇടുന്ന ആ ഒരു എഗ് ഉണ്ടല്ലോ, ആ എഗ്ഗിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ എഗ്ഗിന് എന്താണ്? ക്യാൻസർ സെല്ലിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, അതായത് ഈ പറയുന്ന എഗ്ഗിന് അകത്ത് കുറച്ച് കെമിക്കൽസ് ഉണ്ട്. അതായത് നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? സ്പെസിഫിക് ആയിട്ടുള്ള ജീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ജീൻസിന്റെ ആക്ടിവിറ്റി കാരണം ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്സില് എന്തിനുള്ള എബിലിറ്റി ഉള്ള നമ്മുടെ ക്യാൻസർ സെല്ലിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഈ പറയുന്ന കോഴികളിൽ ഇടുന്ന മുട്ടയിലുണ്ട്. ഓക്കെ, അത്ര മാത്രം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്ര മാത്രം ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മുമ്പോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മുഴുവൻ ഇത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലാത്തതും അതുപോലെ തന്നെ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. ഇത്രയും നാളും ബയോളജി പഠിച്ചതിൽ നിങ്ങൾ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കുന്ന ആദ്യമായിട്ടായിരിക്കും. അതായത് ഒരു പ്ലാന്റിലേക്ക് ഒരു ആനിമലിന്റെ ജീൻ എടുത്ത് വെക്കുക, അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? എയറിന്റെ പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഒരു കോഴി ഇടുന്ന മുട്ടയ്ക്കകത്തെ സബ്സ്റ്റൻസ് വെച്ചിട്ട് ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ലല്ലേ. അത്രമാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ഒരു സയൻസിന്റെ ടെക്നോളജി എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? എന്താണ്
ഒരുപാട് വളർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് കൂടാതെ ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ നമ്മളുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഓർഗാനിസംസ് ആണ്. ഓക്കെ, ചിലപ്പം ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നതിന് പകരം ഇടയ്ക്ക് ചിലപ്പം ടീച്ചർ GMOs എന്നൊക്കെ ചിലപ്പം പറയും. അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഏകദേശം ഈ ഒരു എക്സാമ്പിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇത് എന്താണ് ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസം എന്താണ്, അതുപോലെ തന്നെ ഇതിന്റെ ഏതൊക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് നമ്മുടെ സറൗണ്ടിങ്സിൽ ഉണ്ട്, നമ്മൾ ഇന്ത്യയിൽ അത് എന്താണ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇനി അതുകൊണ്ട് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ സിംപ്ലി നമ്മൾ പറയുവാണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗാനിസത്തിൽ നിന്നും ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള ജീനിനെ നമ്മൾ മറ്റൊരു ഓർഗാനിസത്തിലേക്ക് എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ജീൻ ആ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ചെന്നിട്ട് അത് ആക്ട് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസ് കാണിക്കുന്നത് വഴി നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസൈറബിൾ ക്യാരക്ടർ എന്ത് ചെയ്യും, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗാനിസം കാണിക്കുകയും ചെയ്യും. അത്തരത്തിൽ പല തരത്തിലുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. മനുഷ്യർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചിലപ്പം നല്ലൊരു നല്ല രീതിയിൽ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൃഷി ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ക്രോപ്പിന് നല്ല ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻസെക്റ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ജനറ്റിക്കലി മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ള ഓർഗാനിസംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ യൂസ് ചെയ്യുന്ന ചില ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ആനിമൽസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ജനറ്റിക്കലി മോഡിഫിക്കേഷൻ വരുത്തിയ ഒന്നാണ് BT കോട്ടൺ എന്ന് പറയുന്നത്. എന്താണ് BT കോട്ടൺ? അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ BT കോട്ടനെ കുറിച്ചാണ്. ചിലരെങ്കിലും ന്യൂസസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഈ പറയുന്ന BT കോട്ടൺ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ എന്താണ് ഈ BT കോട്ടൺ, അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആ ഒരു കോട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ BT കോട്ടൺ. നിങ്ങൾക്ക് കാണാലോ, ഇതാണ് നമ്മളുടെ BT കോട്ടൺ എന്ന് പറയുന്ന നമ്മുടെ ക്രോപ്പ്. അപ്പം ഈ പറയുന്ന BT കോട്ടണും മറ്റുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള കോട്ടൺ വെറൈറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്, കോട്ടൺ ക്രോപ്പാണ്. അത് ഫസ്റ്റ് ഡിഫറൻസ്. അതായത് എന്താണ് ഇതെന്താണ്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ ക്രോപ്പാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള, ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ തന്നെ ഏതോ ഒരു പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഒന്നിൽ നിന്നും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഏതോ ഒരു ജീനിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന കോട്ടൺ പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്താണ്, എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു BT കോട്ടന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ കോട്ടന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവയ്ക്ക് ഇൻസെക്ട് റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് ഈ പറയുന്ന നമ്മുടെ കോട്ടൺ ക്രോപ്പിനെ ഒരുപാട് അഫക്ട് ചെയ്യുന്ന ഒരു ഇൻസെക്ട് ആണ് ബുൾ വേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന ബുൾ വേംസിന്റെ കേസിൽ അവർക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന കോട്ടൺ ക്രോപ്പിന് പറ്റാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ബോൾവാംസിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തോ ഒരു കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതോ ഒരു ജീനിനെ എന്ത് ചെയ്തു, ഈ പറയുന്ന നമ്മുടെ കോട്ടണിലേക്ക് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു, കോട്ടന് ഈ പറയുന്ന ബോൾവാംസിനോട് എന്ത് ചെയ്തു, റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റി. അപ്പം അങ്ങനെയാണ് നമ്മളുടെ BT കോട്ടൺ വരുന്നത്. BT കോട്ടൺ എങ്ങനെയാ വരുന്നത്, ഈ പറയുന്ന ബോൾവാംസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വന്നു. അങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന കോട്ടൺ ക്രോപ്പിലേക്ക് അല്ലെങ്കിൽ കോട്ടൺ പ്ലാന്റിലേക്ക് എന്ത് ചെയ്തു, ഒരു ബാക്ടീരിയത്തിനെ അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയത്തിലുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ എന്ത് ചെയ്തു, ഈ പറയുന്ന പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇതിനകത്ത്
പറയുന്ന BT എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഓക്കെ, BT എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഈ BT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാസില്ലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയമാണ്. ഓക്കെ, ബാസില്ലസ് തുറിഞ്ചെൻസിസ്, ഇതാണ് നമ്മളുടെ BTയുടെ എന്താ ഫുൾ ഫോം എന്ന് പറയുന്നത്, ബാസില്ലസ് തുറിഞ്ചെൻസിസ്. ഈ പറയുന്ന ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജീൻ ഉണ്ടായിരുന്നു. ആ ജീനിന് നമ്മുടെ ബുൾ വോംസിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കില്ല് ചെയ്ത് കളയാൻ പറ്റുമെന്ന് നമ്മുടെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബുൾ വോംസിനെ കില്ല് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഓർത്തു, എന്നാൽ പിന്നെ ഈ പറയുന്ന ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഈ ജീനിനെ കോട്ടണിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ബുൾവേംസിനെ കില്ല് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അത്തരത്തിലൊരു സംഭവം ഉള്ളത് കൊണ്ട് ചെയ്ത ഒന്നാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ BT കോട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ BT കോട്ടണിലുള്ള പ്രത്യേകത എന്താ, അവയ്ക്ക് എന്തിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, ഇൻസെക്ട് റെസിസ്റ്റൻസ് ഉള്ള ഒരു ക്രോപ്പ് ആണ് എന്തെന്ന് പറയുന്നത് BT കോട്ടൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് പേര് മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ആക്കിയത് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നത്. ജസ്റ്റ് അതിന്റെ പേര് മാത്രമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പൊ ഈ BT കോട്ടൺ പ്രത്യേകത ഇത്ര മാത്രമേ ഉള്ളൂ. ഇതെന്താണ്, ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോട്ടൺ ക്രോപ്പ് ആണ്. ഇതിനകത്ത് എന്താണ് പ്രത്യേകത, നമ്മളുടെ ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നും എടുത്ത ജീന് ആരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ കോട്ടൺ ക്രോപ്പിൽ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വഴി എന്ത് സംഭവിച്ചു കാണും, ഇവർ തന്നെ ഈ ഒരു ജീന് ഇതിന്റെ അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാരണം ആ ജീനിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രോട്ടീന് ആരെ ഓവർകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, ഈ ബുൾവോംസ് പോലെയുള്ള അല്ലെങ്കിൽ ബോൾവോംസ് പോലെയുള്ള ഇൻസെക്ട്സിനെ എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ BT കോട്ടൺ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ബാസിലസ് തുറിഞ്ചെൻസിസിന്റെ മറ്റൊരു ജീൻ യൂസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്ത ഒരു ക്രോപ്പ് ആണ് BT ബ്രിഞ്ചോൾ എന്ന് പറയുന്നത്. BT ബ്രിഞ്ചാൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. BT ബ്രിഞ്ചാൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്ത് ചെയ്തേക്കുന്നതാണ്, ബാൻ ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. എന്തുകൊണ്ടാണ് ബാൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് പല ആൾക്കാരിലും രോഗങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു ചെറിയൊരു ഒരുപാട് ഒരു മിസ്കൺസെപ്റ്റ് എല്ലാവരിലേക്കും വന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് ഒക്കെ, ഒരുവിധം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് ഒക്കെ ഇന്ത്യയിൽ ബാൻഡ് ആണ്. അതായത് മെയിൻലി നമ്മൾ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സുകളും ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ BT കോട്ടൺ പോലെ തന്നെ ഒരു ബാസിലസ് തുറിഞ്ചെൻസിസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ജീൻ യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ആണ് BT ബ്രിഞ്ചോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ BT ബ്രിഞ്ചോളിലും ഇത് മാത്രം തന്നെ, ഇതും ഒരു ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ആണ്. അപ്പൊ ഈ BT ബ്രിഞ്ചോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലെപ്പിഡോപ്റ്ററൻ ഇൻസെക്റ്റുകളുണ്ട്. അതായത് അതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസെക്റ്റുകളാണ്. അപ്പൊ ഈ ഇൻസെക്റ്റുകളാണ് അവരെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസെക്റ്റുകളാണ് ഈ പറയുന്ന ലെപ്പിഡോപ്റ്ററൻ എന്ന് പറയുന്നതിൽ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ലെപ്പിഡോപ്റ്ററൻ ഇൻസെക്റ്റുകളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ക്രോപ്പ് വെറൈറ്റിയാണ് BT ബ്രിഞ്ചാൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ BT ബ്രിഞ്ചോളിന്റെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ BT ബാസിലസ് തുറിഞ്ചെൻസിസിന്റെ തന്നെ ഒരു ജീനാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ BT ജീൻസ് ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് പല പല പ്രോസസ്സുകളുടെ ഭാഗമായിട്ട് ഒരു ജീന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ പറയുന്ന BT ജീന് ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രോട്ടീൻ ഉള്ള പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ പറയുന്ന ബ്രിഞ്ചാളിലേക്ക് വരുന്ന നമ്മളുടെ ഇൻസെക്റ്റുകള് അതിനെ കഴിക്കൂലോ, ആഹാരമാക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഈ പറയുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോട്ടീന് നമ്മുടെ ഇൻസെക്റ്റിന്റെ മെംബ്രെയിനിലേക്ക് എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. അതായത് അതിനകത്ത് ചില റിസപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ സെല്ലിന്റെ ഒക്കെ സ്ട്രക്ചേഴ്സ് ഹയർ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകും. സെല്ലിന്റെ സർഫസിലായിട്ട് കുറെ റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെന്നും ആ റിസപ്റ്റേഴ്സിന് ലേക്ക് പോയിട്ട് ഈ പറയുന്ന പ്രോട്ടീൻസ് എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാല് നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ ഇൻസെക്റ്റിന്റെ ആ ഒരു മെംബ്രെയിനിൽ അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ ചെറിയ ചെറിയ പോഴ്സുകൾ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പോഴ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവർ ഫൈനലി എന്ത് ചെയ്യും,
ഡെത്തിലേക്ക് പോകും. അങ്ങനെ ഫൈനലി അതെന്താണ് ഡിസ്ട്രപ്ഷനിലേക്കായിരിക്കും പോകുന്നത്. അതായത് അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഫസ്റ്റ് അഫക്ട് ചെയ്യും. അതിനുശേഷം കംപ്ലീറ്റ്ലി അത് ഡെത്തിലേക്ക് ലീഡ് ചെയ്യും. ഇത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നമുക്ക് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് ഏതൊക്കെയാണ് എന്നതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന കാര്യം ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, അത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് BT ബ്രിഞ്ചോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ആണ്. അതുപോലെ തന്നെ ഇത് എന്തിനെ റെസിസ്റ്റ് ചെയ്തതാണ്? ലെപ്റ്റോപ്റ്ററൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസെക്റ്റുകളുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ വരുന്ന ഇൻസെക്റ്റുകൾ ആരെ അറ്റാക്ക് ചെയ്യും? നമ്മളുടെ ഈ പറയുന്ന ബ്രിഞ്ചാളിനെ അറ്റാക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ അറ്റാക്ക് ചെയ്താൽ തന്നെയും ഈ പറയുന്ന ഇൻസെക്റ്റുകളെ എന്ത് ചെയ്യാൻ വേണ്ടി, കില്ല് ചെയ്ത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന BT ബ്രിഞ്ചോൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന സെയിം ബാക്ടീരിയയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജീൻ യൂസ് ചെയ്തിട്ടാണ് ജീൻ ഈ പറയുന്ന ബ്രിഞ്ചോളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ബ്രിഞ്ചോൾ, BT ബ്രിഞ്ചോൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്ത് ചെയ്തത്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? BT ബ്രിഞ്ചോൾ പ്ലാന്റിലേക്ക് നമ്മൾ ഈ പറയുന്ന നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ജീൻ, നമ്മുടെ ബാസിലസ് തുറിഞ്ചെൻസിസ് എന്നിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജീൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇൻസെക്ട് വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും? ഇതിന്റെ മെംബ്രെയിൻസിൽ പോയിട്ട്, നമ്മുടെ സെൽ മെംബ്രെയിനിൽ പോയിട്ട് ഈ പറയുന്ന പ്രോട്ടീൻസ്, ഈ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ബൈൻഡിങ് കാരണം അവിടെ പലതരത്തിലുള്ള ചേഞ്ചസ്, അതായത് എസ്പെഷ്യലി ഇവയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ആയിരിക്കും ഇത് ബാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബാധിച്ചു കഴിയുമ്പോൾ ഫൈനലി ആ ഇൻസെക്ടിന്റെ ഡിസ്ട്രക്ഷന് കാരണമാകും. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ ഇത് ആക്ട് ചെയ്തത്. അപ്പോ നമ്മളുടെ BT അല്ലെങ്കിൽ ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയയുടെ തന്നെ പല പല ജീൻസ് യൂസ് ചെയ്തിട്ട് ഒരുപാട് തരത്തിലുള്ള ക്രോപ്പ് വെറൈറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വരുന്ന ചില എക്സാമ്പിളുകളാണ് നമ്മുടെ BT ബ്രിഞ്ചാള്, BT കോട്ടൺ, അതുപോലെ BT മെയ്സ്, അതുപോലെ എന്താണ് നമ്മുടെ BT സോയാബീൻ, അങ്ങനെ പല തരത്തിലുള്ള ക്രോപ്പ് വെറൈറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്വയമേ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ഇത്തരത്തിലുള്ള എന്താണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് യൂസ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ഇപ്പൊ ഈ BT ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ BT ജീൻസ്, BT അല്ലെങ്കിൽ ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുടെ ജീൻ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അല്ലെ? എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എന്താ, നമുക്ക് എന്താണ് ഇപ്പൊ ഈ പറയുന്നതിനൊക്കെ ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഈൽഡ് കൂടുതൽ കിട്ടും. അതുപോലെ ഒരുപാട് പ്രൊഡക്ഷൻ കൂടുതലാവാനായിട്ടുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്, അല്ലെ? അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ പറയുന്ന ക്രോപ്സിന്റെ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ക്രോപ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇന്ത്യയുടെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് നമ്മളുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ BT ഫീഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് BT പ്രൊഡക്റ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ഡിസീസസ് വരും. അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള പ്രശ്നങ്ങൾ, എത്തിക്കലായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളുടെ ഈ പറയുന്ന BTയുടെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മളുടെ ഇന്ത്യയിൽ എന്താണ്, ബാൻഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ മെയിൻലി ഫുഡ് ഐറ്റംസ് ആണ്. ബാക്കിയുള്ള ഈ കോട്ടൺ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, BT കോട്ടൺ പോലെയുള്ളതൊക്കെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, കൂടുതൽ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് മെഡിസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ഈ പറയുന്ന ജെനറ്റിക് എഞ്ചിനീയറിംഗ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ പലതരത്തിലുള്ള പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പ്രോട്ടീൻസ് ഒന്നും നമുക്ക് എന്താണ് ഒരു പരിധി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ടിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു പെട്ടെന്ന് ആവശ്യം നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾക്കും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഡിസീസുകൾക്കും ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ നമുക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന
ഒരുപാട് മെഡിസിൻസും അതുപോലെ തന്നെ പ്രോട്ടീൻസും ഒക്കെ നമുക്ക് ഈ പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. ഇന്റർഫെറോൺസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര മാത്രമാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്, നമ്മളുടെ ബോഡിയിൽ വൈറൽ ഇൻഫെക്ഷൻസ്, നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ ഇന്റർഫെറോൺസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇന്റർഫെറോൺസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന WBC സെൽസ് അല്ലെങ്കിൽ എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഒരു പ്രോട്ടീനാണ് ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. ഈ ഇന്റർഫെറോൺസ് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളുടെ ബോഡിയിലേക്ക് ഒരു വൈറസ് അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ പാർട്ടിക്കിൾസ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ബോഡി സ്വയമേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്നത് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റർഫെറോൺസിനൊക്കെ എന്താണ്, ഒരു പരിധിയുണ്ട് അല്ലെ. പെട്ടെന്നൊന്നും ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ചിലരിൽ കുറച്ച് ഇന്റർഫെറോൺസ് കൂടുതൽ കാണും, ചിലരിൽ കുറവ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുള്ളൂ. അങ്ങനെ കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇന്റർഫെറോൺസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളെ നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർഫെറോൺസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർഫെറോൺസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇൻസുലിൻ, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഒരു പോർഷനിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈക്വലൈ യൂസ് ചെയ്തിട്ട്, ഈക്വലൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതുകൂടാതെ പല ആനിമൽസിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസുലിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യലി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇൻസുലിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്തരത്തില് ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇൻസുലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. എൻഡോർഫിൻ എന്ന് പറയുന്നതും നമ്മളുടെ പെയിൻ റിലീഫ്, നമുക്ക് എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ, നമുക്ക് പെട്ടെന്ന് ഒരു പെയിൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് എന്ന് പറഞ്ഞാൽ എൻഡോർഫിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെഡിസിൻ ആണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന എൻഡോർഫിൻ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, പെയിൻ റിലീഫിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ഈ പറയുന്ന എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പറയുന്ന ജനറ്റിക്കലി നമുക്ക് മോഡിഫൈ ചെയ്ത് ഉള്ള ഓർഗാനിസത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എൻഡോർഫിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതുവഴി അവരെ കഴിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ അവര് തരുന്ന ഒരു പ്രൊഡക്റ്റ് വഴിയോ നമ്മൾ ഈ പറയുന്ന പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മെഡിസിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത്, അതായത് ഇപ്പം നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് വളരെ കുറവാണ്, ചിലരുടെ ബോഡിയിൽ ഒരുപാട് ഗ്രോത്ത് കൂടുതലായിരിക്കും, ചിലർക്ക് ഒരുപാട് പൊക്കമുള്ളവർ കാണും, വളരെ പൊക്കം കുറഞ്ഞ ആൾക്കാർ കാണും, ഒരുപാട് വണ്ണമുള്ള ആൾക്കാർ കാണും, ചിലത് വണ്ണമില്ലാത്ത ആൾക്കാർ കാണും. ഒരിക്കലും അവരെ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മളുടെ ബോഡിയിലെ ചില ഹോർമോൺസുകളുടെ അതുപോലെ നമ്മളുടെ ബോഡിയുടെ ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ബോഡിയുടെ സൈസ്, അതൊരിക്കലും ഒരാളുടെയും കഴിവാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഈ പറയുന്ന ഒരുപാട് പ്രോസസ്സുകൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന നടക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ നമ്മുടെ ബോഡി ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇനി സപ്പോസ് ഇനി സൊമാറ്റോട്രോപിൻ കറക്റ്റ് ആയിട്ടുള്ള ലെവലിലല്ല നമ്മുടെ ബോഡിയിൽ ഉള്ളതെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സോ കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഹോർമോൺ ആണ് സൊമാറ്റോട്രോപിൻ. സൊമാറ്റോട്രോപിൻ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ഗ്രോത്ത് ഹോർമോൺസിനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്ത് പലതരത്തിലുള്ള ഡിസോർഡേഴ്സിന്, എസ്പെഷ്യലി ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആനിമൽസിനെയും പ്ലാന്റ്സിലൂടെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരുപാട് തരത്തിലുള്ള ഡിസീസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്.
അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരുപാട് ഫാം ആനിമൽസിലൊക്കെ ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫാം ആനിമൽസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയതായിട്ടുള്ള ഒരു ക്യാരക്ടർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ജീനിനെ നമ്മൾ ഒരു ആനിമലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജീൻ വെച്ചിട്ടുള്ള ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഫാം ആനിമൽ ആക്കി മാറ്റി അതിന്റെ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ പറയുന്ന ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാം ആനിമൽസിലും നമുക്ക് ഇത്തരത്തില് മോഡിഫിക്കേഷൻസ് വരുത്തിയ ഫാം ആനിമൽസിനെ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ എന്താണ് ഫാം ആനിമൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ് നമുക്ക് വേണ്ട ക്യാരക്ടർ, ഇപ്പൊ നമുക്ക് ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ ബോഡിയിൽ ഓൾറെഡി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇക്കോലൈനെ യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയ യൂസ് ചെയ്തിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ പറയുന്ന കൾച്ചർ ചെയ്യാനായിട്ടും അതുപോലെയുള്ള മറ്റുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടും എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീൻ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൽ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുണ്ട് എങ്കിൽ ആ ഒരു ജീനിനെ നമ്മൾ മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താകും, ഇൻസുലിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആനിമൽസിലേക്ക് അല്ലെങ്കിൽ ഫാം ആനിമൽസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരു ജീനിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അല്ലെങ്കിൽ അതിന്റെ ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പലതരത്തിലുള്ള ഹോർമോൺസുകളെ അല്ലെങ്കിൽ പ്രോട്ടീൻസുകളെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ പറ്റും. അപ്പൊ അത്തരത്തില് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഫാം ആനിമൽസിലെ ഇത്തരത്തിലുള്ള ഒരുപാട് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫാം ആനിമൽസിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ ഇൻസുലിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇപ്പൊ ഇൻസുലിൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇക്കോലൈ പോലെയുള്ള ബാക്ടീരിയാസിനെ യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബാക്ടീരിയനെ കൾച്ചർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിനകത്തുനിന്ന് ഓരോരോ പോർഷൻസ് കണ്ടുപിടിച്ച് അതിനകത്തുനിന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പകരം നമുക്ക് എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഏത് ജീനാണോ ഈ പറയുന്ന ഇൻസുലിന്റെ പ്രൊഡക്ഷന് കാരണമാകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രോത്ത് ഹോർമോൺ ആണ് വേണ്ടതെങ്കിൽ ആ ഒരു ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷന് കാരണമാകുന്ന ഏത് ജീനാണോ ഉള്ളത് ആ ജീനിനെ നമ്മൾ ഇത്തരത്തിലുള്ള ഫാം ആനിമൽസിലേക്ക് എന്ത് ചെയ്യാണ്, ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാം ആനിമൽസിനെ നമ്മൾ അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മളിലേക്ക് അത് എത്തും അല്ലെ. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രോബ്ലത്തിനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഫാം ആനിമൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ഫാം ആനിമൽസ് ആക്കി മാറ്റി അതിന്റെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന ചില ഈ ജീൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആനിമൽസിന്റെ ബ്ലഡിലും മിൽക്കിലും ഒക്കെ ഈ പറയുന്ന ചില മെഡിസിൻസിന്റെ എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് വേണ്ടിയിട്ടുള്ള ചില കെമിക്കൽസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരിൽ നിന്നും നമ്മൾ മിൽക്കോ അങ്ങനെയുള്ള മിൽക്കിന്റെ പ്രൊഡക്റ്റുകളോ ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പറയുന്ന ഒരു പർട്ടിക്കുലർ മെഡിസിന് പകരം ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മെഡിസിൻ കഴിക്കുന്നു എന്നതിന് പകരം ഈ പറയുന്ന പശുവിന്റെയോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇപ്പൊ ഓൾറെഡി നമ്മൾ ഹെന്നിന്റെ കേസിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അവരിടുന്ന മുട്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നതിൽ ക്യാൻസർ കില്ലിംഗ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മുട്ട കഴിക്കുന്നത് വഴി നമുക്ക് ക്യാൻസറിന്റെ സെൽസിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽസ് ആണ് അതിലുള്ളത്. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും വിത്തൗട്ട് എനി ട്രീറ്റ്മെന്റ്. മറ്റുള്ള ട്രീറ്റ്മെന്റുകൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡി ക്യാൻസർ സെൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മുട്ട കഴിക്കുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തില്
ഒരുപാട് തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മോഡിഫൈ ചെയ്ത ഓർഗാനിസത്തിനെയാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ GMOs എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരുപാട് അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പം ഈ പറയുന്ന നമ്മൾ ജനറ്റിക്കലി എഞ്ചിനീയറിംഗ് വഴി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഡെവലപ്പ് ചെയ്ത ഓർഗാനിസംസ് അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ ഒരുപാട് ഓർഗാനിസത്തിനെ ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന് ഒരുപാട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നോളജിയാണ് നമ്മൾ എന്തെടുത്തു കഴിഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പോസിറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവൻ നമ്മളുടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ് ആണെങ്കിൽ പോലും നമ്മൾ എല്ലാവരും പറയാറുണ്ട്, മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ്, അതായത് എങ്ങനെ അതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് അല്ലെ. അതായത് ചിലർ നല്ല രീതിയിൽ യൂസ് ചെയ്യും, ചിലർ അതിനെ മോശമായിട്ട് യൂസ് ചെയ്യും. ടെക്നോളജിയെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് തരുന്നത് നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകളും അതിനെ നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്നതിന്റെ അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരുപാട് രീതിയിൽ മിസ്യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാം എൻറ്റയർലി ഒരാളിൽ നിന്നും അല്ലെങ്കിൽ വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ജീൻ മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടി നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്മളുടെ കൺസേൺ ഉള്ള ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം അതുവഴി നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നമ്മളുടെ നോർമലി നമ്മളുടെ ഒരു സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ലോക്കൽ ആയിട്ട് കാണപ്പെടുന്ന വെറൈറ്റീസിനെ ഒക്കെ എന്ത് ചെയ്യാണ് നശിച്ചു പോകാൻ കാരണം. ഇപ്പൊ BT കോട്ടൺ എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് എങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു കോട്ടൺ ക്രോപ്പിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരത്തില്ല. അപ്പൊ അതിന്റെ നോർമൽ ആയിട്ടുള്ള ആ ഒരു ക്രോപ്പ് അതുവഴി അവിടെ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലെ. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഇൻസെക്ടിനെ റെസിസ്റ്റന്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റ് തരാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തരാൻ പറ്റുന്ന ഒന്നിനെയാണോ, എന്നാൽ ഇൻസെക്ട് മുഴുവൻ അറ്റാക്ക് ചെയ്ത് പ്രൊഡക്ഷൻ ഒന്നും തരാൻ പറ്റത്തില്ലാത്ത ക്രോപ്പിനെ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള വെറൈറ്റീസിനെ അല്ലെങ്കിൽ ഇൻഡിജിനസ് എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസിനൊക്കെ എന്ത് ചെയ്യും, അത് അഫക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു BT ബ്രിഞ്ചോളിന്റെ കേസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ പറയുന്ന BT ബ്രിഞ്ചോളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാക്ടീരിയയിൽ നിന്നുള്ള ഒരു ജീനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു മ്യൂട്ടേഷനോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും, പല പല രോഗങ്ങൾക്കും ഇത് കാരണമാകും. അപ്പം പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും കാരണങ്ങളും ഒക്കെ എന്ത് ചെയ്യാം, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവാം എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇന്ത്യയിലൊക്കെ ഒരുപാട് BT റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾസിനെയും അങ്ങനെയുള്ള സംഭവങ്ങളെയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അലൗഡ് ആയിട്ടുള്ള രാജ്യം കൊണ്ടുതാണ്. പക്ഷെ ഇന്ത്യയിൽ ഒരുപാട് എത്തിക്കൽ ആയിട്ടുള്ള കുറെ കാരണങ്ങളുണ്ട്, അല്ലാത്ത കുറെ റീസൺസ് കൊണ്ട് ഇത്തരത്തിലുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുള്ളതായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇനി ഇതൊക്കെ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഡ്രോബാക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ഈ പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ ഒരുപാട് രീതിയിൽ ഈ ടെക്നോളജിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മിസ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മോഡിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും തരത്തില് നമുക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് തരുന്ന ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ, നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഇൻസെക്റ്റുകളെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതായത് ബയോ വെപ്പൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു തമിഴ് ഫിലിം ഉണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല, സൂര്യയും മോഹൻലാലും ഒക്കെയുള്ള, അതായത് എനിക്ക് തോന്നുന്നു മോഹൻലാൽ അതിൻ്റെ അകത്ത് പ്രസിഡന്റ് ആയിട്ട് എങ്ങാണ്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ്. അപ്പൊ അതിനകത്താണ് നമുക്കറിയാം ഒരു ചെറിയ ഒരു ഇൻസെക്റ്റിനെ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ആൾക്കാർ അവിടുത്തെ നാട്ടിലെ കൃഷി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്കും ഒരു ബയോ വെപ്പനാണ്. ഇതുപോലെ തന്നെ നമുക്കൊരു
നോർമൽ ആയിട്ടുള്ള ഒരു വാർ എന്നതിന് പകരം, മനുഷ്യനെ കൊല്ലുന്നതിന് പകരം അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സിന്, ഇപ്പൊ ഫുഡിന് വേണ്ടിയാണ്, ഫുഡാണ് നമുക്ക് എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാന്റ്സിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ നാട് മുഴുവൻ നശിച്ചു അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ്, ഇത്തരത്തില് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ഓർഗാനിസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. പല രാജ്യക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്ത് ഒരു ബയോ വാർ എന്നുള്ള രീതിയിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പം അത്തരത്തില് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ പല തരത്തില് എന്ത് യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിനെ പല രീതിയിൽ മിസ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് വരുന്നത്. അല്ലാതെ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ നമ്മൾ അത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. അതായത് ഒരു നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നല്ല ഈൽഡ് വരുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ മനസ്സിലിരിക്കുന്നത് പൊട്ടബുദ്ധിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈറസിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കോപ്പീസിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗിന് നെഗറ്റീവായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ എല്ലാം ബേസ് ചെയ്തിരിക്കുന്നതിലാണ്, എങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്നതിലാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് കൊണ്ടുള്ള ചില ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ പറഞ്ഞതൊക്കെ. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഏത് ടെക്നോളജിക്കലി ഇംപ്രവൈസ് ചെയ്ത ആൾക്കാരാണെങ്കിലും എന്താണ്, നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്താണ് നമ്മളുടെ ഈ പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങള്. അപ്പൊ നമുക്ക് 2-3 എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ചില എക്സാമ്പിളുകളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പം ജസ്റ്റ് ഞാനതൊന്നും ഡിസ്ക്രൈബ് ചെയ്ത് അങ്ങനെ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്നും എളുപ്പം ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോ അത്തരത്തിൽ നമ്മുടെ സറൗണ്ടിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്ത് മൊത്തത്തിൽ നമുക്ക് കുറെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് പ്ലാന്റ്സിലും ആനിമൽസിലും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ അത്തരത്തില് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ഗോൾഡൻ റൈസ്, ഈ ഗോൾഡൻ റൈസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഗോൾഡൻ റൈസിന് ഒരു സംഭവം സ്പെസിഫിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വിറ്റാമിൻ എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കോസർ മോളിക്യൂൾ ഉണ്ട്. അതായത് ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്ന ഒരു പ്രിക്കോസർ മോളിക്യൂൾ ഉണ്ട്. ഈ പറയുന്ന പ്രിക്കോസർ മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീൻ ഈ പറയുന്ന ഗോൾഡൻ റൈസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രിക്കോസർ മോളിക്യൂൾ ഉള്ളത് കൊണ്ട് തന്നെ വിറ്റാമിൻ എയുടെ പ്രൊഡക്ഷൻ ഈ പറയുന്ന ഗോൾഡൻ റൈസിൽ, അല്ലെങ്കിൽ ഗോൾഡൻ റൈസ് കഴിക്കുന്നത് വഴി നമുക്ക് എന്ത് കിട്ടും, വിറ്റാമിൻ എ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അടുത്തതാണ് എന്താണ്, ഗോട്ട് ദാറ്റ് പ്രൊഡ്യൂസസ് പ്രോട്ടീൻസ് ഇൻ ദെയർ മിൽക്ക്. അതായത് ചില പ്രോട്ടീൻ, ഓൾറെഡി നമുക്കറിയാം ഗോട്ടില്, അല്ലെങ്കിൽ നമ്മുടെ ആടുകളിലൊക്കെ എന്തുണ്ട്, പ്രോട്ടീൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള മിൽക്ക് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഫാറ്റും പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഗോട്ടില് ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രോട്ടീൻ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള മിൽക്ക് ആയിരിക്കും ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ഗോട്ടിൽ കാണപ്പെടുന്നത്. അപ്പം ഈ ഒരു ഗോട്ടിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താണ്, നമ്മുടെ ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് നമ്മുടെ ബോഡിയുടെ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തില് ഈ പറയുന്ന ഗോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഈ ഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ ആർക്കെങ്കിലും ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഗോട്ടിന്റെ മിൽക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡറിന് കാരണമാകുന്ന, അല്ലെങ്കിൽ അത് ഏതോ ഒരു ജീനിന്റെ ആബ്സെന്റ് കാരണമായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തതായിരിക്കും ചിലപ്പോൾ ആ ഒരു ഇതിന് കാരണം, അല്ലെ. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന മിൽക്ക് യൂസ് ചെയ്യുന്നത് വഴി പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ പലതരത്തിലുള്ള എന്തുണ്ട്, GMOs ഉണ്ട്. അതിനകത്താണ് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബനാനാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് GMOs വഴി, ജനറ്റിക്കലി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി. പിന്നെ അതുപോലെ തന്നെ മൈക്രോബ്സ്, കൈമോസിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോബുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി. അതുപോലെ എന്താണ്,
ലോ അക്രിലാമൈഡ് പൊട്ടറ്റോസ്, അതായത് എക്സാമ്പിൾ ആയിട്ട് പറയണം, നമ്മൾ പൊട്ടറ്റോസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിനകത്തൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കളറേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന ലോ അക്രിലാമൈഡ്, അതായത് അക്രിലാമൈഡ് വളരെ കുറവുള്ള പൊട്ടറ്റോസിനെ നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ കളർ ചേഞ്ച് ഉണ്ടാവുന്ന എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ പല തരത്തിലുള്ള എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ്, അതിന്റെ എക്സാമ്പിൾ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്, നമ്മൾ ജീൻസിനെ, അതായത് ഡിസറബിൾ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജീനിനെ ഓരോ ഓർഗാനിസത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുവഴി നമുക്ക് ഡിസറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസറബിൾ ക്യാരക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാണ്, കിട്ടുകയാണ് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എക്സാമ്പിൾ, ക്രോപ്പിന് എക്സാമ്പിൾ ആണ് എന്ത്, നമ്മളുടെ BT കോട്ടൺ, BT ബ്രിഞ്ചാൾ, അതൊക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിന് എക്സാമ്പിൾ ആണ്. അതുകൂടാതെ നമുക്ക് എന്താണ് ചില പ്രോട്ടീൻസുകളെ അല്ലെങ്കിൽ മെഡിസിൻസിനെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്ത മെഡിസിൻസിനെ അല്ലെങ്കിൽ പ്രോട്ടീൻസുകളെ നമുക്ക് പലതരത്തിലുള്ള ഡിസീസുകൾക്ക് എഗനിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഇന്റർഫ്രോൺസ്, അതുപോലെ തന്നെ ഇൻസുലിൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ മെഡിസിനുകളെ നമുക്ക് എന്ത് ചെയ്യാം, പലതരത്തിലുള്ള ഡിസീസുകളെ ഓവർകം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഹോർമോൺസോ അല്ലെങ്കിൽ ഇൻസുലിൻ പോലെയുള്ള ഹോർമോൺസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫാം ആനിമൽസ് ആക്കി മാറ്റിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രോബ്ലത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ പല രീതിയിൽ മിസ്യൂസ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാതെ എന്ത് ചെയ്യാണ്, അതിനെ മറ്റുള്ള രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എനിമി ആയിട്ട് കാണുന്ന ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും ഈ പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗിനെ യൂസ് ചെയ്യാറുണ്ട്. ചില മൈക്രോ ഓർഗാനിസിനെ ഒക്കെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ആനിമൽസിനെ ഒക്കെ യൂസ് ചെയ്തിട്ട് ബയോ വെപ്പൻസ് ആയിട്ട് യൂസ് ചെയ്ത് യുദ്ധം നടത്തുന്നതിന് പകരം യുദ്ധം ഡയറക്ട്ലി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും കില്ല് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്തെടുത്ത ഹൈലി ഹാർംഫുൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കും. അതിനെയാണ് നമ്മൾ ബയോ വാർ അല്ലെങ്കിൽ ബയോ വെപ്പൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള രീതിയിലും നമ്മൾ എന്തിനെ മിസ്യൂസ് ചെയ്യാറുണ്ട്, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഓർഗാനിസിനെ മിസ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഭാവിയിൽ മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇപ്പം ബയോടെക്നോളജി ഒക്കെ പഠിച്ച് വലിയ വലിയ ആൾക്കാരാകുമ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു രീതിയിലും ഒരു രാജ്യത്തിനും അല്ലെങ്കിൽ ഒരാൾക്കും ഒരു വ്യക്തിക്ക് പോലും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാതിരിക്കുക, ഉണ്ടാക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. കാരണം എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് നമ്മളെ പോലെ തന്നെ. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു വഴിയിലേക്ക് നമ്മൾ പോവാതിരിക്കുക. ഓക്കെ, കാരണം അതൊക്കെ നമ്മളുടെ രാജ്യത്തും മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ കാരണം നമ്മുടെ കൊറോണ ഒക്കെ വന്ന സമയത്താണേലും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അതൊരു ബയോ വെപ്പനായിട്ട് ചൈന ഇറക്കി വിട്ടതാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. അത് സത്യമാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമായിരുന്നു. ആ ഒരു കൊറോണയുടെ സമയത്ത് നമ്മൾ കുറെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കാരണം മറ്റുള്ള ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യുക, വലിയ പ്രശ്നങ്ങളൊന്നും വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡാണ് ഇവിടെ, ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡാണിത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു ബയോടെക്നോളജി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന സംഭവം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരി മനസ്സിലാക്കാൻ കുറച്ച് പാടുള്ളതായിരിക്കും. പക്ഷെ എന്നെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. Manorama Horizon, learning made simple.